വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ പരിപാടി. കണ്ണൂർ പയ്യാമ്പലം ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MP റിയാസ് ഉദ്ഘാടനം ചെയ്തു. പേടിത്തൊണ്ടൻ എന്ന സിനിമയിൽ സുരാജിന്റെ കുട്ടിക്കാലം അഭിനയിച്ച കലാകാരനാണ് അഭിമന്യു കാടാച്ചിറ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ 1ാം സ്ഥാനവും അഭിമന്യുവിനായിരുന്നു. കലാരംഗത്ത് സജീവമായി നിൽക്കുന്നതിനിടെ 2016 ഉണ്ടായ ബൈക്ക് അപകടം അഭിമന്യുവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വീൽചെയറിൽ ആയി. ബസ് ബൈക്കിലിടിച്ചായിരുന്നു അപകടം. അഭിമന്യുവിനെ അന്ന് ആശുപത്രിയിൽ എത്തിച്ചത് അശാസ്ത്രീയമായ രീതിയിലായിരുന്നു. ഈ യാത്ര നട്ടെല്ലിന് കൂടുതൽ പരിക്കുണ്ടാക്കി. ആ അനുഭവങ്ങൾ അഭിമന്യു കണ്ണൂർ പയ്യാമ്പലത്തെ ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുമായി പങ്കുവച്ചു. നമ്മളിപ്പോൾ ഞാനിതുപോലെ 2016 9th പഠിക്കുന്ന സമയത്താണ് എനിക്കൊരു അപകടം പറ്റിയിട്ട് ഇതുപോലെ ആകുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഓടിച്ചാടി നടന്ന് കളിച്ച ഒരാളായിരുന്നു. 2016 ഒരു വാഹനം തുടർന്നാണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത്. അപ്പോൾ നമ്മൾ റോഡിലൂടെ ഇപ്പോൾ വണ്ടി എടുത്ത് പോകുന്നില്ലെങ്കിലും നമ്മൾ നടന്നു പോകുമ്പോഴായും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോ സ്കൂൾ വിട്ടാലെങ്കിലും പോകുന്നില്ല, ബസ്സിൽ അങ്ങനെ പോയാൽ പോകുന്നില്ല. ഇപ്പോ നിങ്ങളിപ്പോ വെറുതെ റോഡിലേക്ക് നടക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും നടക്കുക. റോഡ് സേഫ്റ്റിയെക്കുറിച്ച് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിലാണ് അഭിമന്യു തന്റെ അനുഭവങ്ങൾ വിവരിച്ചത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകിയത്. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഓട്ടൻതുള്ളൽ, മൈം എന്നിവയും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പ്രാഥമിക ശുശ്രൂഷകൾ ഏത് രൂപത്തിലാകണമെന്ന് ഡോക്ടർ ഷിബി വർഗീസ് കുട്ടികൾക്ക് വിവരിച്ചു നൽകി. കണ്ണൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MP റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ ഇല്ലാതെ നോക്കാൻ ഉണ്ടാകേണ്ട ശ്രദ്ധ തന്നെ അപകടത്തിന് ശേഷവും ഉണ്ടാകണമെന്ന് MP റിയാസ് പറഞ്ഞു. അശ്രദ്ധയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. പക്ഷേ പ്രാവർത്തികമായിട്ട് രണ്ട് വശത്തേക്കാണ്. നീന്തൽ നന്നായിട്ട് പഠിച്ചാൽ മുങ്ങിച്ചാവാനുള്ള സാധ്യത കുറയും. ഡ്രൈവിംഗ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപകട സാധ്യത കൂടോ കുറയോ? കൂടും. പ്രശ്നം കണ്ട എന്താണ്? ഓവർ കോൺഫിഡൻസ് ആവുമ്പോൾ നമ്മൾ പലതരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പല അപകടങ്ങളൊക്കെ മുൻനിർത്തി ആളുകൾ ചോദിക്കുമ്പോൾ ഒരാൾ പോലും നമ്മളോട് പറഞ്ഞില്ല സ്വന്തം കുറ്റം കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കോ? ഒരു വണ്ടി തട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ആ വണ്ടിക്കാരെ എടുത്താൽ ഞാൻ മറികടന്നൊന്നുമില്ല. സ്വയം തെറ്റ് നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം ആർക്കെങ്കിലും നിങ്ങൾ തിരുത്താൻ പറ്റുമോ? അതല്ലേ ഇന്ത്യൻ പാർലമെന്റിൽ അവിടെ എഴുതി വെച്ചത്. ഒരു സ്വയം മനുഷ്യൻ നന്നാവാൻ തീരുമാനിക്കാത്തടത്തോളം കാലം അവനെ നന്നാക്കുവാൻ ആർക്കും സാധിക്കില്ല എന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ മുകുടത്തിൽ അവർ എഴുതി വെച്ചൊരു വചനമാണ്. PTA പ്രസിഡന്റ് ഷാജി പടിഞ്ഞാറേക്കണ്ടി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് RTO അഖിൽ രാഘവ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അർച്ചന പോൾ, PTA പ്രസിഡന്റ് സജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.